ഹായ്, നമ്മളിന്ന് 10 ഡെയിലി യൂസ് സെൻറ്റൻസസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് 1 ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു 50 ഡെയിലി യൂസ് സെൻറ്റൻസസ് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 10 സെൻറ്റൻസ് ചെയ്തു. ഇന്നത്തെ സെഷനിലും നമ്മളൊരു 10 സെൻറ്റൻസസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, അവൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും. അവൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഈ കുറ്റം പറയുന്നതിന് നമുക്ക് ബാഡ് മൗത്ത് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ബാഡ് മൗത്ത്. അപ്പോൾ അവൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും എന്ന് പറയാനായിട്ട് ഷീ ഓൾവേസ് ബാഡ് മൗത്ത്സ് അതർ പീപ്പിൾ എന്ന് പറയാം. ഓക്കെ, ബാഡ് മൗത്ത് അവിടെ ഷീ വന്നുകൊണ്ടാണ് നമ്മൾ എസ് ആഡ് ചെയ്തത് കേട്ടോ. ഷീ ഓൾവേസ് ബാഡ് മൗത്ത്സ് അതർ പീപ്പിൾ എന്ന് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്തിനെങ്കിലും കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് നമുക്ക് എങ്ങനെ പറയാം? സിമ്പിളായിട്ട് I will let you know എന്ന് പറയാം. I will let you know. Let you know ആണ്. I will let you know എന്ന് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, നമ്മളിപ്പം ആരെങ്കിലും പുതിയതായിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ ഇവിടെ അടുത്തുള്ളതാണോ എന്ന് ചോദിക്കില്ലേ? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? Are you from around here എന്ന് ചോദിക്കാം. Are you from around here? അതായത് ഇവിടെ അടുത്തുള്ളതാണോ എന്ന് ചോദിക്കാനാണ് Are you from around here എന്ന് ചോദിക്കാം. ഇനി നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആണ്, എങ്ങനെ ലൈക്ക് എന്നെ ഇത് ചെയ്യാൻ സഹായിക്കാമോ, അല്ലെങ്കിൽ ഇതിൽ എന്നെ സഹായിക്കാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതിന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, അതായത് ഇതിലോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് ചോദിക്കാം. ഇനി നമ്മുടെ അടുത്ത സെൻറ്റൻസ് ആണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണം. അതായത് ലെറ്റ്സ് സേ ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് ഐ ഗെറ്റ് സംതിങ് ഫോർ യു എന്ന് ചോദിക്കാം. ഷുഡ് ഐ ഗെറ്റ് സംതിങ് ഫോർ യു എന്ന് ചോദിക്കാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, നമ്മൾ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോവാം. അതായത് നമ്മൾ പറയാൻ ഉദ്ദേശമല്ല, അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയില്ലേ, അറിയാതെ വായിന്ന് വീണതാണ് എന്നൊക്കെ പറയില്ലേ. ഇത് നമുക്ക് എങ്ങനെ പറയാം? അതിന് നമുക്കൊരു ഫ്രേസ് ഉണ്ട്, സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ അത് അറിയാതെ വായിന്ന് വീണു പോയതാണ് എന്ന് പറയാനായിട്ട് ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയാം. ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറയാം. ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നോക്കുമ്പോൾ അതെവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, അതിവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയില്ലേ. ഇതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് പറയാം ഇറ്റ് മൈറ്റ് ബി സംവെയർ ഹിയർ. ഇറ്റ് മൈറ്റ് ബി സംവെയർ ഹിയർ. സംവെയർ ഹിയർ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇറ്റ് മൈറ്റ് ബി സംവെയർ ഹിയർ എന്ന് പറയാം. നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി. ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതിനെ നമുക്ക് ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൻ്റെ കൂടെ സ്റ്റക്ക് എന്നുള്ള വാക്കാട്ടോ യൂസ് ചെയ്യുക പെട്ടുപോയി എന്ന് പറയാനായിട്ട്. അപ്പോൾ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക് എന്ന് പറയാം. സോ ഇതെല്ലാമാണ് ഈ ഒരു സെഷനിലെ 10 ഡെയിലി യൂസ് സെൻറ്റൻസസ്. സോ ഇതുപോലത്തെ സെൻറ്റൻസസ് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ താഴെ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ സെഷനിൽ നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ഉറപ്പായും ഇംഗ്ലീഷ് മിത്രനെ ഫോളോ ചെയ്യാം. സോ ദിസ് ഇസ് മീ കൃഷ്ണ രമേശ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.